ഹമാസിനോട് പോയി പണി നോക്കാൻ പറഞ്ഞ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ. നെതന്യാഹു പറയുന്നത് പോലെ തന്നെ നടക്കും. പലസ്തീൻ ഭരണം ഉണ്ടാകില്ല. താൻ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നിടത്തോളം കാലം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരുന്നു. US ബോർഡ് ഓഫ് പീസ് മുന്നോട്ട് വെച്ച 15 സമാധാന നിർദ്ദേശത്തെ ഇസ്രായേൽ പൂർണ്ണമായും നിരസിക്കുകയാണ് എന്ന് ക്യാബിനറ്റ് യോഗത്തിൽ സംസാരിക്കവേ നെതന്യാഹു വ്യക്തമാക്കി. നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവനയോട് പ്രതികരിച്ച ഹമാസ് US-ഉം മറ്റു മധ്യസ്ഥ രാജ്യങ്ങളും കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഈ നീക്കം സമാധാന പാതയിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഖത്തർ, ഈജിപ്ത്, സൗദി അറേബ്യ അടക്കമുള്ള പ്രമുഖ മുസ്ലിം രാജ്യങ്ങളും സംയുക്തമായി മുന്നറിയിപ്പ് നൽകി. റൊട്ടേഷൻ വ്യവസ്ഥയിൽ അടുത്ത മാസം തിരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിൽ നെതന്യാഹുവിന്റെ ഈ കടുത്ത നിലപാട് ട്രംപ് ഭരണകൂടവുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രവചിക്കപ്പെടുന്നു. അതേസമയം ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുകയും നിഷ്ക്രിയമാവുകയും ചെയ്യണം, ഇല്ലാതെ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. വെസ്റ്റ് ബാങ്കിലോ ഗാസയിലോ പുതിയൊരു പലസ്തീൻ ഭരണം അനുവദിക്കില്ല എന്ന് നെതന്യാഹു ആവർത്തിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഘട്ടങ്ങളായുള്ള ആയുധ സമാഹരണവും സൈനിക പിന്മാറ്റവും നിർദ്ദേശിക്കുന്ന ട്രംപിന്റെ പദ്ധതി നേരത്തെ ഹമാസ് തത്വത്തിൽ അംഗീകരിച്ചിരുന്നതാണ്. ഗാസയിൽ ഇടക്കാല ഭരണത്തിനായി പലസ്തീനി സാങ്കേതിക വിദഗ്ധരുടെ കമ്മിറ്റിയെ നിയോഗിക്കാനും അന്താരാഷ്ട്ര സംരക്ഷണ സേനയെ വിന്യസിക്കാനുമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളും തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും കണക്കിലെടുത്ത് നെതന്യാഹു പരസ്യമായി US പദ്ധതിയെ തള്ളി. ഇതോടെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലാണ്. US-ഉമായുള്ള തന്ത്രപ്രധാന ബന്ധത്തെ ബഹുമാനിക്കുന്നുണ്ട് എങ്കിലും ഇസ്രായേലിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള ശേഷി ഹമാസിന് ഇപ്പോഴുമുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നെതന്യാഹു ട്രംപിന്റെ പദ്ധതി നിരസിച്ചത്. അവർക്ക് ഇനിയും ആക്രമണം നടത്താൻ സാധിച്ചേക്കാം, എന്നാൽ ഇപ്പോൾ ആക്രമിക്കാതിരിക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട്. തിരികെ ആക്രമിച്ചാൽ തങ്ങൾ എത്ര ശക്തമായ തിരിച്ചടിയാണ് നൽകുക എന്ന് അവർക്കറിയാമെന്നും നെതന്യാഹു ഓർമ്മിപ്പിച്ചു. ഹമാസിന്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളുടെ സമയക്രമത്തിന്റെയും പ്രശ്നം മാത്രമാണിത് എന്നും വൈകാതെ തന്നെ ഇസ്രായേൽ ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. അമേരിക്കയുമായി ശാശ്വതമായ ഒരു വിള്ളലിന് നെതന്യാഹു തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാകുന്നത്. ലോക നേതാക്കളെ വെച്ച് ട്രംപുമായുള്ള മികച്ച ബന്ധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട്. ഒരിക്കലും ആ മേൽക്കൈ നെതന്യാഹു നഷ്ടപ്പെടുത്തുകയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.